തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപം ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ഇതാ ഈ കാണുന്ന 26 സെൻറ്റ് സ്ഥലവും അതിൽ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട്. പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ശ്രീകാര്യം ജംഗ്ഷൻ സമീപത്തായിട്ടുള്ള ശാന്തി നഗറിലെ ഹൗസ് നമ്പർ ഇതായി നോക്കിയേ 51A SRA 51A എന്ന് പറയുന്ന വീട്ട് നമ്പർ നോക്കി വന്നാൽ മതി. നോക്കി വരാൻ ഞാൻ ഒരു സജഷനും കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ശ്രീകാര്യത്ത് നിന്ന് വരുമ്പോൾ ചെക്കാലമുക്ക് ജംഗ്ഷനൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ വലത്തോട്ട് കാണുന്ന വഴി കരിമ്പ് കോണം മുടിപ്പുര ദേവീക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാം. അതിനകത്താണ് ശാന്തി നഗർ. അതിനകത്തേക്ക് കയറി റൈറ്റ് സൈഡിലെ ബോർഡുകൾ നോക്കി വന്നാൽ മതി. 1, 2, 3 അങ്ങനെ വന്ന് 36-ാം നമ്പർ വീട് ഹൗസ് നമ്പർ 36-ന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതായി ഈ ഒരു പ്രൈവറ്റ് റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നേരെ വന്നെത്തുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ്. ഇത് ടോട്ടലായിട്ട് 26 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ വീട് വന്നിട്ട് 2007 നിർമ്മിച്ച വീടാണ് കേട്ടോ. 2007 ആകുമ്പോൾ ഏകദേശം ഒരു 18 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ആ കണ്ടീഷനിലുള്ളൊരു വീടാണ്. പക്ഷേ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല നീറ്റായിട്ട് നടത്തിയിട്ടുള്ളൊരു വീടാണ്. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ ചെയ്തിട്ടുള്ള വീടാണ്. സ്ട്രോങ് കൺസ്ട്രക്ഷനാണ്. അപ്പോൾ നമുക്ക് വീടിനുള്ളിലെ ദൃശ്യങ്ങൾ പിന്നീട് കാണാം. അതിന് മുമ്പ് ചുറ്റുവട്ടം ഒന്ന് കണ്ടുവരാം. നമുക്ക് ഈ വീടിന് ചുറ്റുവട്ടം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ഇപ്പോൾ നമ്മളൊരു 10-12 സെൻറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് പിൻവശത്തേക്ക് നിങ്ങൾക്ക് ഇനി വീടുകൾ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വെക്കാം. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു വീട് എടുത്തതിന് ശേഷം പിൻവശത്തേക്ക് ഇനി വേറെ മക്കൾക്കോ അല്ലെങ്കിൽ ആ രീതിയിലൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഐഡിയ ഉള്ളവർക്കാണെങ്കിലും എടുക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ സൈഡിലേക്ക് നല്ലതുപോലെ തന്നെ ഇനി ഒരു പാത്ത് വേ അങ്ങോട്ട് വിടാൻ പറ്റും കേട്ടോ. നമുക്കൊരു 3.5 മീറ്ററോ അല്ലെങ്കിൽ ഒരു 4 മീറ്ററോ വിട്ടിൽ ഒരു വഴി വിട്ടതിന് ശേഷം ഇങ്ങനെ ഒരു മതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിൻവശത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്ക് ആ ചുറ്റുവട്ടം കണ്ടിട്ട് വരാം. നമ്മുടെ കാർ പാർക്കിംഗ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഇവിടെ താഴേക്കാണ്. ശരിക്കും ഈ വീട് വന്നിട്ട് ഒരു 3 ഫ്ലോറാണ് കേട്ടോ. അതായത് നമുക്ക് സെല്ലാർ കണക്ക് ഇങ്ങോട്ടേക്ക് 2 തട്ടായതുകൊണ്ട് താഴത്തെ സ്പേസ് സെപ്പറേറ്റ് ആയിട്ടൊരു സെല്ലാറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കവേർഡ് ആയിട്ടുള്ള 2 കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫസ്റ്റ് കാർ പാർക്കിംഗ്, അവിടെ വേറെ ഒന്ന്, രണ്ടും ഫുള്ളായിട്ട് കവേർഡാണ്. എങ്ങനെയാ വെച്ചാൽ ഇപ്പം നമ്മൾ പറയത്തില്ലേ ഗ്യാരേജ് കെപ്റ്റ് കാസ് എന്ന് പറയത്തില്ലേ, നമുക്ക് മഴയും വെയിലും ഒന്നും കൊള്ളാണ്ട് ആ രീതിയിൽ നീറ്റായിട്ടാണ് വണ്ടി അകത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഈ ഗ്യാരേജ് കെപ്റ്റ് കാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ സാധാരണ രീതിയിൽ നമ്മളൊക്കെ വണ്ടി കൊണ്ടൊന്ന് പുറത്തിട്ട് വെയിലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റൊക്കെ പോകത്തില്ലേ. ഇതെന്ന് പറഞ്ഞാൽ മഴയും വെയിലൊന്നും കൊള്ളാണ്ട് പെയിൻ്റെല്ലാം നമുക്കൊരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലിരിക്കും കേട്ടോ. ആ രീതിയിൽ കീപ്പ് ചെയ്തിരിക്കുന്ന വണ്ടിയൊക്കെ നല്ലൊരു വിലയുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പിൻവശം. ഫുള്ളായിട്ട് ഇതുപോലെ മരങ്ങളൊക്കെ വെച്ച് മനോഹരമായിട്ടുണ്ട്. പ്ലാവും മാവും ജാതിയും അങ്ങനെ കുറേയധികം മരങ്ങൾ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് വേറൊരു വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് അവർ പ്ലോട്ട് തിരിച്ച് കൊടുക്കത്തില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലോട്ട് തിരിച്ച് ഇത് സെപ്പറേറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് നോർമലി പെർസെൻറ്റ് ഒരു 10 രൂപ 12 രൂപ ആ റേഞ്ചിൽ പ്രൈസ് ഉണ്ട് കേട്ടോ. കാരണം ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ്. നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ഈ ഒരു സൈഡ് കൂടെ കണ്ടിട്ട് വരാം. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഈ വശത്തേക്ക് നോക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അപ്പം നമുക്കിനി വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ശരിക്കും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇഷ്ടികയിൽ നിർമ്മിച്ച, ഇഷ്ടികയും മണലും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീടാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ 100 വർഷമാണെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ഇതുപോലെ തന്നെ നിലനിർത്താൻ പറ്റും. നമുക്ക് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എല്ലാം സിമൻറ്റ് ബ്ലോക്കിലുള്ളതാണ്. അകത്തേക്ക് വരുമ്പോൾ ഒരു ചൂട് അനുഭവപ്പെടാറുണ്ട്. നമുക്കിതിനെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ, ഇഷ്ടികയെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചൂട് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇത്രയധികം ലോങ് ലാസ്റ്റിംഗ് അല്ല ഇത്. നമുക്ക് ഇനിയൊന്ന് ഇതിൽ റെനോവേറ്റ് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. സാധാരണ ഞാൻ ഈ പഴയ വീടുകൾ കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് ഈ രീതിയിൽ റെനോവേറ്റ് ചെയ്താൽ നന്നായിരിക്കും, ഇതങ്ങനെ മാറ്റി വെച്ചാൽ നന്നായിരിക്കും എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇതിനകത്ത് കയറിയപ്പോൾ എനിക്ക് അങ്ങനെ റെനോവേറ്റ് ചെയ്യണമെന്നുള്ളൊരു കാര്യം എനിക്ക് ഒരു കാര്യത്തിലും തോന്നിയിട്ടില്ല. എന്തായാലും നിങ്ങളൂടെ കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടും. ഇങ്ങനെ വിശാലമായിട്ടുള്ളൊരു വരാന്ത സ്പേസ് ഉണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി വരുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു വരാന്ത സ്പേസ് ഉണ്ട്. വീട്ടിനകത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വീടിൻ്റെ ചുറ്റുവട്ടമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്കുള്ള വ്യൂ ഒക്കെ ഉണ്ടോ, മനോഹരമല്ലേ?
ഇനി നമുക്ക് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്കിതാ ഈ മുൻവശത്തല്ല മിക്കവാറും ഉപയോഗിച്ചിട്ടുള്ള തടികളെല്ലാം തേക്കിൻ തടിയിലുള്ള വർക്കുകളാണ് കേട്ടോ. ഇപ്പോൾ ഈ ജനലിൻ്റെ പാളികളായാലും വാതിലായാലും ഇതിൻ്റെ കട്ടള ഇതെല്ലാം വന്നിട്ട് തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. പിൻവശത്തേക്ക് 1-2 വാതിലുകൾ മാത്രം നമുക്ക് പ്ലാവിൽ ചെയ്തിട്ടുണ്ട്. മുൻവശത്തെ വാതിലിന് നിങ്ങൾക്ക് ഒരു പ്രത്യേകത കാണാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ കട്ടളപ്പടിയുടെ നല്ല വീതിയുള്ള കട്ടളയാണ്. ഏകദേശം ഒരു 3/4 ഉണ്ട്. 3/4 വീതിയുള്ള കട്ടളയാണ്. അതിൻ്റെ 2 വശങ്ങളിലായിട്ട് വാതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് അങ്ങോട്ടേക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കി നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടും. ഒരു സേഫ്റ്റി മെഷർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് താമസിക്കുന്ന ഒരു പ്രായക്കാരാണ്. അപ്പോൾ അവർക്കൊരു സേഫ്റ്റി മെഷർ എന്നുള്ള രീതിയിൽ 2 വാതിലുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പുറത്തേക്ക് തുറക്കുന്നതും ഇവിടെ നിന്ന് അകത്തേക്ക് തുറക്കുന്ന ഒരു വാതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കൊരു വിസിബിലിറ്റി കിട്ടും. എങ്ങനെ വെച്ചാൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും, നമുക്കിങ്ങനെ വിസിബിലിറ്റി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സേഫ്റ്റി മെഷറിനാണ് നമുക്കിങ്ങനെ 2 വാതിലുകൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പാത്വേ ഉണ്ട്. അതുവഴി തന്നെ നമ്മുടെ ലിവിങ് സ്പേസിലേക്ക് പോകാം. നേരെ കയറുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത് കേട്ടോ. ഇവിടെയും 2 പാളികളിലായിട്ടാണ് വാതിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? ഇങ്ങനെ 2 പാളികളിലായിട്ട് വാതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇവിടെ ചെറിയൊരു ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ അടക്കമാണ് നമുക്ക് സെയിലിനുള്ളത് കേട്ടോ. ഇതിനകത്ത് കാണുന്ന എല്ലാ ഫർണിച്ചർ അടക്കമാണ് സെയിലിനുള്ളത്. ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ഇവിടെ നമുക്ക് ഒരു പിയാനോ കാണാൻ സാധിക്കും. നൈസ് അല്ലേ? ഇതൊക്കെ ശരിക്കും ഇമ്പോർട്ടഡ് പിയാനോ ആണ് കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല ഇന്ന് ആൻറ്റിക് പീസാണ്. ഇതിനൊക്കെ പറയുന്നതാണ് വില. അങ്ങനെ ഒരു പിയാനോയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോക്കിംഗ് ചെയർ കാണാൻ സാധിക്കും. അയ്യോ, എനിക്കിതിൽ ഇരിക്കാനായിട്ട് ആദ്യം കുഴപ്പമില്ല. ഓക്കെ, ഇതുപോലെ റോക്കിംഗ് ചെയർ. ഇങ്ങനെ നല്ല നീറ്റായിട്ടാണ് ഫർണിച്ചറെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്ന ഫർണിച്ചർ അടക്കമാണ് നമുക്ക് സെയിലിനുള്ളത്. ശരിക്കും ഈ ഒരു ഏരിയയിൽ നമുക്കിപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കബോർഡ് ചെയ്തേക്കുവാണ്. ഈ കബോർഡ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിൻവശത്ത് തടിയാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒറ്റ റൂമാക്കാം. ഈ ഗ്ലാസ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതുവഴി വാതിലും ആക്കാൻ സാധിക്കും കേട്ടോ. നമുക്ക് ഇതിൻ്റെ പിൻവശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. വാ, ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഞാനിപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ ഇവിടുത്തെ ശരിക്കും ഈ പാർട്ടിഷൻ വന്നിട്ട് വുഡിൽ ചെയ്തേക്കുവാണ്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് അതിനകത്ത് അവിടെ നിന്ന് ഫുള്ളായിട്ട് സീത്രൂ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ലിവിങ് സ്പേസും ഈ ഡൈനിങ് ഏരിയ എല്ലാം ഒരുമിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിഷൻ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. പക്ഷേ ഞാൻ മാറ്റണമെന്ന് പറയത്തില്ല. അല്ലാണ്ട് തന്നെ നമുക്കിത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും നമ്മുടെ കിച്ചണിലേക്ക് ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു പാർട്ടിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിൾ ഉണ്ട്. ഈ ഡൈനിങ് ടേബിളെല്ലാം ഉൾപ്പെടെയാണ് ഞാൻ ഇന്ന് വില പറയാൻ പോകുന്നത്. വാ, ഇതാണ് നമ്മുടെ കിച്ചൺ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. ഫുള്ളായിട്ട് അടച്ചിട്ട് നീറ്റാക്കിയിട്ടുണ്ട്. കിച്ചണിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു സ്റ്റോർ റൂം കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് ചെറിയൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനും പ്രൊവിഷൻ ഉണ്ട്. അവിടെ നിന്ന് താഴേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടലായിട്ട് ഈ വീടിന് 4 ബെഡ്റൂംസാണ് വരുന്നത്. ഈ നിലയിൽ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതുപോകെ നമുക്ക് താഴേക്ക് സെല്ലാറെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു. നമുക്ക് ചുറ്റും നിന്ന് കാണിക്കുമ്പോൾ ബാക്ക് യാർഡ് വഴി ആ ഒരു ഫ്രണ്ടേജ് കിട്ടുന്ന രീതിയിൽ നമുക്കൊരു സെല്ലാറുണ്ട്. അപ്പോൾ അവിടെയും നമുക്കൊരു വലിയൊരു ഹാള്, കിച്ചൺ, ബെഡ്റൂം ആ രീതിയിൽ വരുന്നുണ്ട്. അതായത് ഗസ്റ്റിനൊക്കെ വരുവാണെങ്കിൽ അവർക്ക് താമസിക്കാവുന്ന രീതിയിലുള്ള റൂം താഴെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്കിവിടുത്തെ ടൈൽസ് നോക്കി. ഇത് വന്നിട്ട് ടെറാക്കോട്ട ടൈൽസാണ്. പക്ഷേ ഒരു പരുവരുപ്പല്ല, നമുക്ക് ശരിക്കും നല്ല സ്മൂത്തായിട്ടുള്ള നീറ്റായിട്ട് പോളിഷ് ചെയ്ത ടെറാക്കോട്ട ടൈൽസാണ്. ഇതെങ്ങനെ ശരിക്കും ഒരു ഇൻറ്റൻഷൻ ചെയ്തതാണ് കേട്ടോ. എങ്ങനെ വെച്ചാൽ പ്രായമായവർക്ക് കുറേ കൂടെ ബെനിഫിഷ്യലാണ് ഈ ടെറാക്കോട്ട ടൈൽസ്. ആ രീതിയിൽ വിചാരിച്ച് ചിന്തിച്ചിട്ട് ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഭയങ്കര സ്മൂത്താണ് കേട്ടോ. നമുക്ക് കണ്ണാടി പോലെ ചില ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും കണ്ടോ.
അപ്പോൾ ഈ രീതിയിൽ നല്ല വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂമാണ്. ഇനി നിങ്ങൾക്ക് ഇതിന് ഭംഗി പോരാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞതിൽ ചെറിയ മാറ്റം വരുന്നത് ഏതെങ്കിലും രീതിയിൽ റെനോവേഷൻ വരികയാണെങ്കിൽ ഇതിലൊക്കെ ചെറിയ ചേഞ്ചസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വരുത്താം. പക്ഷേ വരുത്തണമെന്ന് ഞാൻ പറയത്തില്ല. നമുക്കിതിനകത്ത് കാലിങ്ങനെ നടക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഇത് ഇവിടെ നോക്കിയേ, ഫുള്ളായിട്ട് കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓൾറെഡി കട്ടിലെല്ലാം അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇത് നമ്മുടെ ബേസ്മെൻ്റ് ആണ്. ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് വലിയൊരു ഹാള് കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ ഈ റൂം ലോക്ക് ചെയ്തിരിക്കുന്ന വാതിലുണ്ടോ, ഇത് ശരിക്കും നമ്മുടെ ആ ഒരു കാറ് പാർക്ക് ചെയ്തിരുന്നില്ലേ അതിനകത്തേക്കാണ് പോകുന്നത് കേട്ടോ. അതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് മുൻവശത്തെ കാർ പാർക്ക് ചെയ്തിരുന്ന ആ ഒരു സ്പേസിലേക്കാണ് ഓപ്പണിംഗ് വരുന്നത്. അതുപോലെ ഈ സൈഡിലായിട്ട് പുറമേ ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഫുള്ളായിട്ട് ലോക്ക് ചെയ്തൊക്കെയാണ് കേട്ടോ, ഞാൻ അതാണ് ഓപ്പൺ ചെയ്യാത്തത്. ഇവിടെ ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലേക്കുള്ള പാർക്കിങ്ങിൽ അതുവഴി ഇറങ്ങാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇങ്ങനെ ഒരു ബെഡ്റൂമുണ്ട്. കബോർഡ് സ്പേസ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്കൊരു ഡ്രൈവറെയോ അങ്ങനെ ആരെങ്കിലും താമസിപ്പിക്കണമെങ്കിൽ, സെർവൻറ്റിനെയൊക്കെ താമസിപ്പിക്കണമെങ്കിൽ ഈ ഒരു സ്പേസ് ഉപയോഗിക്കാം. ഇത് നമുക്കൊരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് മാറ്റിയെടുക്കാനും പറ്റും. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ഈ ഒരു വാതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മേളത്തെ ഇത് ഈ ഒരു ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാം. ഇതുവഴി എൻട്രൻസും കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സെർവൻറ്റിനെയോ ആരെങ്കിലും നമുക്ക് താമസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ അത് ഇൻവേർട്ടർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇൻവേർട്ടർ എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? നമ്മൾ ശരിക്കും പഴയ സിനിമകളിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. വയലിലേക്ക് മറ്റേ വെള്ളം തേവി ഇടാനുള്ള സാധനമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഉടമയുടെ ഫാദർ വന്നിട്ട് പുള്ളിക്കൊക്കെ ഒത്തിരി കൃഷിസ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ചില ഫർണിച്ചേഴ്സ് നമുക്ക് കാണുകയാണെങ്കിൽ ഏകദേശം ഒരു 150 വർഷം പഴക്കമുള്ള അലമാരകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം എന്താ, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഇങ്ങനെ വൈഡായിട്ട് കിടപ്പുണ്ടേ. നമുക്ക് 2 ബെഡ്റൂംസ്, 2 അല്ല ശരിക്കും 3 ബെഡ്റൂംസ് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. നമുക്ക് അല്ലാണ്ടുള്ള 2 വലിയ റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ എല്ലാം ഫുള്ളായിട്ട് ടൈല് തന്നെയാണ് കേട്ടോ. താഴത്തെ റൂമിൽ മാത്രം എങ്ങനെ വെച്ചാൽ പ്രായമായവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ടെറാക്കോട്ട ടൈൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ഈ മേളത്തെ റൂമൊന്നും ശരിക്കും അധികാരം ഉപയോഗിക്കാറില്ല കേട്ടോ. ഇവരുടെ മക്കളൊക്കെ US-ലാണ്. അവർ വരുന്ന ടൈമിൽ വല്ലപ്പോഴും മാത്രമാണ് ഈ റൂംസ് ഉപയോഗിക്കുക. അപ്പോൾ ഇവരൊന്നും നീറ്റായിട്ട് പക്ഷേ തുടച്ച് ഇറക്കി അങ്ങനെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് റൂമൊന്നും മെസ്സിയല്ല, നല്ല നീറ്റായിട്ടാണ് കിടപ്പുള്ളത്. ഇവിടെ ഫുള്ളായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. കോട്ടെല്ലാം ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങണ്ട, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ AC എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. എല്ലാ റൂമുകളിലും AC വെച്ചിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തെ റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. ശരിക്കും നമ്മളിന്ന് കാണിക്കുന്ന 4ാമത്തെ ബെഡ്റൂമാണ്. അതായത് ഈ റൂമിൽ കാണിക്കുന്ന 4ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു കബോർഡ് ചെയ്യാം, അതിനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഈ 2 റൂംസിലും, അതായത് മേളിലുള്ള 2 റൂംസിലും നമുക്ക് ബാത്റൂമിൽ ബാത്ത് ടബ് എല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു സ്പേസ് കണ്ടോ, നമുക്ക് അവിടെ ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്ലാബ് ചെയ്തിട്ട് അതിനകത്ത് നമുക്കൊരു തട്ടുംപുറം പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അവിടെ നേരെ പോകുന്നത് നമ്മുടെ അടുത്തൊരു റൂമിലേക്കാണ്. ശരിക്കും ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, പക്ഷേ ഒരു ബെഡ്റൂം സ്പേസാണ്. അവിടെ നേരെ വരുന്നത് ഈ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. ഇവിടെ ശരിക്കും വരുമ്പോൾ നല്ല പ്രകാശമാണ്. നമുക്ക് പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇത് 1 സൈഡ് ഗ്ലാസ് ആണ്. നമുക്ക് ആ സൈഡിൽ നോക്കിയാൽ ഇങ്ങോട്ട് വ്യൂ കിട്ടത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടുന്നുണ്ടാവും. അകത്തേക്ക് നല്ല പ്രകാശവും വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു ബാൽക്കണി സ്പേസ് ഫുള്ളായിട്ട് കവേർഡാണ്. വേണമെന്നുണ്ടെങ്കിൽ ഈ വീട് ഫുള്ളായിട്ട് സെൻട്രലൈസ്ഡ് AC ആക്കാം കേട്ടോ. അകത്ത് ഫുള്ളായിട്ട് തണുപ്പിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഫുള്ളായിട്ട് കവേർഡ് ആയിട്ടുള്ള സ്പേസാണ്. ശരിക്കും തിരുവനന്തപുരത്ത് ശ്രീകാര്യം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മെയിനായിട്ട് നമുക്ക് മേൽപ്പാലത്തിൻ്റെ പണിയും ലൈറ്റ് മെട്രോയുടെ പണിയും ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതിന് രണ്ടിനും കൂടെ സ്ഥലം ഒരുമിച്ചാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പം ചോദിക്കും മെട്രോയുടെ പണിയൊന്നും ഇവിടെ തുടങ്ങിയില്ലോ എന്ന്. ഇതൊന്നും അറിയാത്തവന്മാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും മെട്രോയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് നമുക്ക് ശ്രീകാര്യത്ത് പണി സ്റ്റാർട്ടായിട്ടുള്ളത്. ഈ മേൽപ്പാലത്തിൻ്റെയും മേളിലൂടെയാണ് മെട്രോ വരുന്നത്. അപ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നേരത്തെ തന്നെ ഒരുക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരു തവണ പണി തീർത്ത് പിന്നെയും മെട്രോയുടെ പണി തുടങ്ങുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വീണ്ടും അവിടെ ഒരു കഞ്ചക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും വർക്ക് ഒരുമിച്ചാണ് സ്റ്റാർട്ടായിട്ടുള്ളത്. മെട്രോയുടെ പണി എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മെട്രോ നമുക്കൊരു അടുത്തൊരു 10 വർഷത്തിനകത്ത് ഫുള്ളായിട്ട് ലൈവ് ആവുമായിരിക്കാം. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് വർക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ശ്രീകാര്യം ഇപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതിന് മുമ്പേ തന്നെ ശ്രീകാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിറ്റിയിലെ തന്നെ നല്ലൊരു പ്രീമിയം ലൊക്കേഷനാണ്. നമുക്ക് ആ ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ. നമുക്കിതിനകത്ത് സ്ഥലത്തിൻ്റെ വില മാത്രം കണക്കാക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയായാലും ഒരു 3 കോടി രൂപയുടെ മുതലുണ്ട്. കാരണം 26 സെൻറ്റ് സ്ഥലമാണ്. നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ വീടെടുപ്പ് നമുക്ക് സെപ്പറേറ്റ് ചെയ്താലും ബാക്ക് യാർഡിൽ കാണുന്ന സ്പേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും കിട്ടും. അവിടെ 1 or 2 വീടുകൾ കൂടെ വെക്കാനുള്ള സ്പേസും കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ്. വീടും നിങ്ങൾക്ക് കണ്ടാവും തന്നെ മനസ്സിലാവും. നല്ല നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള നല്ല നീറ്റായിട്ട് നോക്കിനി വേറെ റെനോവേഷൻ വർക്കോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്താവുന്ന കണ്ടീഷനിലാണ് വീട് ഉള്ളത്. ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഞാൻ ഇതിനകത്ത് കുറേ ഫർണിച്ചറൊക്കെ കാണിച്ചിരിക്കുന്നത് അതടക്കമാണുള്ളത്. ടോട്ടലായിട്ട് 3,40,00,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം. ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. അത് പുള്ളിയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾ ഡീലാക്കുക. എങ്ങനെയാ വെച്ചാൽ ഇപ്പം നമുക്ക് ഈ ഒരു ഏരിയയിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റൊന്നും പുതിയ ഫ്ലാറ്റ് കിട്ടാനില്ല. ഇപ്പോൾ പഴയതാണെങ്കിൽ തന്നെ പഴയ നമുക്ക് ഒരു 10 വർഷം മുമ്പുള്ള ഫ്ലാറ്റുകളാണ് ഈ പറഞ്ഞ പോലെ ഒരു 3000 സ്ക്വയർ ഫീറ്റ് 4000 സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റുകളുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലൊരു ഫ്ലാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കൊടുക്കണം 2-2.5 കോടി രൂപ. നമുക്ക് കവടിയാറ് ഭാഗത്തൊക്കെ ആണെങ്കിൽ അതുപോലൊരു ഫ്ലാറ്റ് എടുക്കണമെങ്കിൽ ഏകദേശം 3 കോടി രൂപ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്ര അധികം ലാൻഡ് കിട്ടുവാണ്. നല്ലൊരു പ്രീമിയം ലൊക്കേഷനാണ്. അടിപൊളി ഒരു വീടും സ്വന്തമാക്കാം. നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും. 3,40,00,000 രൂപയാണ് പ്രൈസ് വരുന്നത്.